ഒരു മനുഷ്യൻ വലിയ ചെമ്മാടിയാണ്. ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാത്തൊരു ചെമ്മാടി. ശ്രദ്ധിക്കണേ, ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാത്തൊരു ചെമ്മാടിയായ ഒരു മനുഷ്യൻ ഒരിക്കൽ മരിക്കാനായപ്പോൾ, വയസ്സായപ്പോൾ മക്കളെയും കുടുംബക്കാരെയും എല്ലാം വിളിച്ചുകൂട്ടുകയുണ്ടായി. മക്കളെ വിളിച്ചുകൂട്ടി, കുടുംബക്കാരെ, ഭാര്യ, എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് മക്കളോട് ഒരു വസിയത്ത് ചെയ്തു. മക്കളോട് പറയുകയാണ്, മക്കളെ, ഞാൻ ഇന്നേ വരെ ഒരു നന്മ പോലും ഞാൻ ചെയ്തിട്ടില്ല. ഇന്നേ വരെ, ശ്രദ്ധിക്കണം, ഇന്നേ വരെ ഒരു നന്മ പോലും ഞാൻ ചെയ്തിട്ടില്ല. സുജൂദിൽ ഞാൻ കിടന്നിട്ടില്ല. ഒരു ദിക്ർ പോലും ഞാൻ ചൊല്ലിയിട്ടില്ല. ഞാനൊരു നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടിയായിരിക്കാം ഞാൻ. പക്ഷേ എന്നെ നാളെ അള്ളാഹുവിന്റെ കയ്യിൽ കിട്ടിയാൽ അള്ളാഹു എന്നെ നാളെ വെറുതെ വിടൂല എന്ന് എനിക്കറിയാം. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ശ്രദ്ധിക്കണം ചെറുപ്പക്കാരെ, ശ്രദ്ധിക്കണം. ഈ മനുഷ്യൻ പറയുന്നത്, അള്ളാഹുവിന്റെ കയ്യിലേക്ക് എന്നെ കിട്ടിയാൽ അള്ളാഹു എന്നെ വെറുതെ വിടൂല എന്ന് എനിക്കറിയാം. കാരണം ഞാനൊരു നന്മ, ഇന്നേ വരെ ഞാനൊരു നന്മ പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എന്റെ ശരീരത്തെ കത്തിച്ചു കളയണം. നിങ്ങൾ എന്റെ ശരീരത്തെ കത്തിച്ചു കളയണം. കരിച്ച് 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 അവസാനം വെണ്ണീരായി മാറിയാൽ ആ വെണ്ണീരിനെ നിങ്ങളൊരു കവറിലാക്കണം, 2 കവറിലാക്കണം. വളരെ സഹിയായ സംഭവം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണിത്. വളരെ സഹിയായ സംഭവം അള്ളാഹുവിന്റെ ഹബീബിന്റെ വഹയിന്റെ നാവിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. നുണ പറയാത്ത ആ നാവിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണിത്. എന്നെ നിങ്ങൾ കരിച്ച് വെണ്ണീരാക്കി 2 കവറുകളിലായി വെണ്ണീർ നിങ്ങൾ സ്വരൂപിക്കണം. കരിച്ചു കളഞ്ഞ് 2 കവറിലായി വെണ്ണീരുകൾ നിങ്ങൾ സ്വരൂപിക്കണം. എന്നിട്ട് ഒരു കവറുമായി നിങ്ങൾ കടൽക്കരയിലേക്ക് ചെല്ലണം, കടൽക്കരയിലേക്ക്. എന്നിട്ട് കടൽക്കരയിലൂടെ നടന്ന് 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 ആ കവറിൽ നിന്ന് വെണ്ണീരെടുത്ത് കടലിലേക്ക് നിങ്ങൾ ഇങ്ങനെ വിതരണം. 2ാമത്തെ കവറ് കരയിലൂടെ വ്യത്യസ്തമായ സ്ഥലത്ത് ഇങ്ങനെ നടന്ന് 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 ആ കവറിലുള്ളത് മുഴുവനും വ്യത്യസ്തമായ സ്ഥലത്ത് നിങ്ങൾ വാരി വിതരണം. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൈകളിലേക്ക് എന്നെ കിട്ടിയാൽ അള്ളാഹു എന്നെ വെറുതെ വിടൂല എന്ന് എനിക്കറിയാം. അത്രയും വലിയ ചെമ്മാടിയായി, തോന്നിവാസിയായി ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് മക്കളോട് വസിയത്ത് ചെയ്ത് അയാൾ മരണപ്പെട്ടു പോവുകയാണ്. അയാൾ വഫാത്തായി പോയി. മക്കൾ എന്ത് ചെയ്തു? പിതാവിന്റെ വസിയത്താണ്, പിതാവിന്റെ അവസാനമായുള്ള അന്ത്യാഭിലാഷമാണ്. പിതാവ് നൽകുന്ന അവസാനത്തെ വസിയത്താണ്, അവസാനത്തെ വസിയത്താണിത്. അതുകൊണ്ട് പിതാവ് പറഞ്ഞതുപോലെ മക്കളെല്ലാവരും ഒരുമിച്ചുകൂടി പിതാവിനെ കരിച്ചു കളയുകയാണ് ചെയ്തത്. കരിച്ച് വെണ്ണീരാക്കി ആ വെണ്ണീരെല്ലാം സ്വരൂപിച്ച് വ്യത്യസ്തമായ കടലിന്റെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക്, കരയിലേക്ക് വലിച്ചെറിയുകയുണ്ടായി, കരയിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് ഈ സംഭവം വിശദീകരിക്കുന്നു. പിന്നെ അല്ലാഹു തആല ഇയാളുടെ മരണശേഷം ഈ കടലിനോട്, സമുദ്രത്തോട് പറഞ്ഞു ഇയാളുടെ വെണ്ണീര് മുഴുവനും ഒരുമിച്ച് കൂട്ടാൻ. കരയോടും അള്ളാഹു പറഞ്ഞു ഇയാളുടെ വെണ്ണീര് മുഴുവനും ഒരുമിച്ച് കൂട്ടാൻ. എന്നിട്ട് അള്ളാഹു തആല അയാൾക്ക് ആത്മാവ് നൽകുകയുണ്ടായി. അയാളുടെ ശരീരത്തെ അള്ളാഹു തആല പുനർജനിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു തആല റൂഹ് കൊടുക്കുകയും അയാളോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു വിചിത്രമായ വസിയത്ത് ചെയ്യാനുള്ള കാരണം? നിങ്ങളുടെ ശരീരത്തെ കരിച്ചു കളയാൻ പറയാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നത്, യാ റബ്ബ്, അള്ളാഹുവേ നിനക്കറിയാമല്ലോ, അള്ളാഹുവേ നിനക്കറിയാമല്ലോ, ഞാൻ വലിയൊരു ചെമ്മാടിയായി പോയി. ഞാൻ ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്തില്ല. നിന്റെ കയ്യിലേക്ക് എന്നെ കിട്ടിയാൽ നീ വെറുതെ വിടൂല എന്ന് എനിക്കറിയാം. അള്ളാഹുവേ, നിന്നോടുള്ള ഭയം കൊണ്ടാണ്, നിന്നെ പേടിച്ചത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യാൻ എന്റെ മക്കളോട് വസിയത്ത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹു തആല ആ മനുഷ്യനോട് പറയുന്നത്, നീ ഇങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കിയില്ലേ? ഇങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് നീ മനസ്സിലാക്കിയില്ലേ? തെറ്റ് ചെയ്താൽ ഈ റബ്ബ് ശിക്ഷിക്കുമെന്നും നീ മനസ്സിലാക്കിയില്ലേ? ഇങ്ങനെ ഒരു രക്ഷിതാവുണ്ട്, ഇങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ഒരു അല്ലാഹുവിനെ നീ തിരിച്ചറിഞ്ഞു. തെറ്റു ചെയ്താൽ ഈ രക്ഷിതാവ് ശിക്ഷിക്കുമെന്നും നീ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ ഒരു വസിയത്ത് നൽകാൻ കാരണം. അപ്പൊ ഇങ്ങനെ ഒരു റബ്ബിനെ നീ തിരിച്ചറിഞ്ഞത് കാരണത്താൽ ഞാൻ നിന്റെ സർവ്വദോഷങ്ങളും പുറത്തു തരുകയാണെന്ന് പറഞ്ഞ് അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗം നൽകി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്.
അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗം നൽകി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ജീവിതത്തിൽ ഒരു സുജൂദ് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ഒരു ദിക്ർ ചൊല്ലിയിട്ടില്ല, ജീവിതത്തിൽ ഒരു നന്മ ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം അല്ലാഹുവിനെ പേടിക്കാൻ കാരണം എന്താണ്? ഇങ്ങനൊരു റബ്ബുണ്ട് എന്ന വിശ്വാസം. എന്നാൽ യുക്തിവാദികൾക്ക് അതുണ്ടോ? നിരീശ്വരവാദികൾക്ക് അതുണ്ടോ? അല്ലാഹു ഇല്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കണം. അല്ലാഹു ഇല്ല എന്ന് പറയുന്നവർ യുക്തിവാദികൾ, ബഹുദൈവ വിശ്വാസികൾ, അല്ലാഹു മാത്രമല്ല വേറെയും കുറെ ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നവർ. എന്നാൽ ഇദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല. അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസം അയാൾക്കുണ്ട്. തെറ്റ് ചെയ്താൽ അല്ലാഹു ശിക്ഷിക്കുമെന്നുള്ള വിശ്വാസം അയാൾക്കുണ്ട്. പക്ഷേ ജീവിതത്തെ അത് നിയന്ത്രിക്കാൻ കഴിയാതെ ഒരുപാട് തോന്നിവാസങ്ങൾ വന്നുപോയി. അവസാനം മരണസമയത്താണ് ചെയ്തുപോയ തെറ്റുകളിൽ കുറ്റബോധമുണ്ടായത്. ശ്രദ്ധിക്കാൻ, ചെയ്തുപോയ തെറ്റുകളിൽ കുറ്റബോധമുണ്ടായത്. ആ കുറ്റബോധമുണ്ടായപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അല്ലാഹു ഉണ്ട്, ഏകനായ അല്ലാഹു നാളെ ശിക്ഷിക്കുമെന്നുള്ള ആ തിരിച്ചറിവാണ് അല്ലാഹു ദൈവത്തിൽ മാപ്പ് നൽകിയതെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 5 നേരം നിസ്കരിക്കുന്ന, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന, ഹബീബിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്ന, അല്ലാഹുവിന്റെ പേരിൽ ദിക്ർ ചൊല്ലുന്ന, തെറ്റുവന്നാൽ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടെ അല്ലാഹു നാളെ സ്വർഗ്ഗത്തിലേക്ക് ഹിസാബില്ലാതെ വിചാരണയില്ലാതെ അല്ലാഹു നാളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നുള്ള ചിന്തയോടെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് മുന്നേറാം. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മെ ഈ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. എന്ന് വെച്ച് തമ്മാടിത്തരം കാണിക്കണമെന്നല്ല, മനസ്സിലായോ? എന്ന് വെച്ചിട്ട് തമ്മാടിത്തരം കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല. അല്ലാഹു രക്ഷപ്പെടുത്തും. അല്ലാഹ് എന്താ ഇപ്പോ ഒരാളെ സ്വർഗ്ഗത്തിൽ കടത്തി അല്ലാഹ്ക്ക് വല്ല നഷ്ടമുണ്ടോ? ഉണ്ടോ? ഇവിടെ തെമ്മാടിയായി ജീവിച്ച ഒരാളെ സ്വർഗ്ഗത്തിൽ കടത്തി അല്ലാഹ്ക്ക് വല്ല നഷ്ടമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾക്ക് ഉറപ്പിക്കണമെങ്കിൽ, നമ്മൾ നാളെ രക്ഷപ്പെടണമെന്നുള്ള ഉറപ്പ് നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നന്മ ചെയ്ത് ജീവിക്കണം. നമ്മൾ നന്മ ചെയ്താൽ നമ്മൾക്ക് തൃപ്തിയായി. അങ്ങനെയല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൂസ് കണക്ഷൻ നോക്കി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മൻ സറത്തുഹു ഹസനതുഹു, ഒരാൾക്ക് ഒരാൾ നന്മ ചെയ്താൽ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, വസാഅതുഹു സയ്യിഅതുഹു, നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തിന്മ ചെയ്യുമ്പോൾ ബേജാറും ടെൻഷനും ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ മുഅ്മിനാണ്, അയാൾ യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നന്മ ചെയ്യുമ്പോൾ സന്തോഷമുള്ള ഒരു കാലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു റാഹത്ത് അല്ലെ, മാഷാ അല്ലാഹ് 2 മണിക്കൂർ ഒരു 4 മണിക്കൂർ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ്. ഇനി ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ പടച്ചോനെ എന്റെ ഭാഗത്ത് തെറ്റ് വന്നുപോയി എന്ന ഖേദമില്ലേ? ഖേദം വരാറില്ലേ? തെറ്റ് വന്നാൽ ദുഃഖം വരാറില്ലേ? ഇല്ലേ? തെറ്റ് വന്നാൽ ജീവിതത്തിൽ വിഷമം വരാറില്ല. പടച്ചോനെ എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നുപോയല്ലോ എന്ന വിഷമം വരാറുണ്ട്. എങ്കിൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ്. നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തിന്മ ചെയ്യുമ്പോൾ ദുഃഖവും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഫദാലികൽ മുഅ്മിൻ, അത് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരു സഹോദരി അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത് ഓർമ്മയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതേപോലെ മഹാന്മാരായ സഹാബാക്കളും യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മരുഭൂമിയിൽ ഒരു വിജനമായ സ്ഥലത്ത് ഒരു ഉമ്മയെയും കുഞ്ഞിനെയും കാണാനിടയായത്. ഉമ്മയെയും കുഞ്ഞിനെയും കാണാനിടയായത്. തന്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരു മാതാവ് നബി തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കയ്യിലുള്ള ഈ കുഞ്ഞിനെ ഈ കാണുന്ന തീയിലേക്ക് ഞാൻ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടുപ്പുണ്ട് അവിടെ. അടുപ്പത്തെന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണ്. ആ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന അടുപ്പിന്റെ തൊട്ടടുത്ത് വെച്ചാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ കുഞ്ഞിനെ ഈ തീക്കുണ്ടാരത്തിലേക്ക് അടുപ്പത്തേക്ക് ഞാൻ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നബിതങ്ങൾക്ക് ചോദ്യത്തിന്റെ ഉൾപ്പൊരുൾ നബിതങ്ങൾക്ക് മനസ്സിലായി. ഈ പെണ്ണിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നബിതങ്ങൾക്ക് മനസ്സിലായി. ഈ പെണ്ണ് ചോദിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നബിതങ്ങൾക്ക് മനസ്സിലായി.
നബി തങ്ങൾ പറഞ്ഞു ഇല്ല. അപ്പോഴാണ് ആ പെണ്ണ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളല്ലേ പറഞ്ഞത് വഅന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ, ഒരു ഉമ്മാക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്. ഒരു ഉമ്മാക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്. ഈ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും തീയിലേക്ക് വലിച്ചെറിയൂല, പിന്നെ എങ്ങനെയാണ് അല്ലാഹു എന്നെ തീയിലേക്ക് വലിച്ചെറിയുന്നത്? എനിക്കെന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും അല്ലാഹുവിന് എന്നോട് സ്നേഹമുണ്ടല്ലോ. മനസ്സിലാക്കുന്നുണ്ടോ പഠിച്ചോ? നിങ്ങൾ സദസ്സിലില്ലേ? ഒന്നെണീറ്റുന്നുള്ളൂ, എന്നിട്ടിരിക്കുക. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബിയ്യ സ്വലാത്ത്. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة. അർത്ഥം ആലോചിച്ചിട്ടൊന്ന് പാടാം. അൻത ഉമ്മുൻ അം അബൂ, നബിയെ താങ്കൾ ഉമ്മയാണോ അതോ ഞങ്ങളുടെ ഉപ്പയാണോ? അൻത ഉമ്മുൻ അം അബൂ, പിന്നെ മാ റഅയ്നാ ഫീഹിമാ, ഞങ്ങളുടെ ഉമ്മയിലും ഞങ്ങളുടെ ഉപ്പയിലും ഞങ്ങൾ കണ്ടിട്ടില്ല. മിസ്ല ഹുസ്നിക ഖത്തുയ, നിങ്ങൾ ഞങ്ങൾ സ്നേഹിച്ചതുപോലെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതുപോലെ, നിങ്ങൾ ഞങ്ങളെ പരിഗണിച്ചതുപോലെ ഞങ്ങളെ ഉമ്മയും ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല, ഞങ്ങളെ ഉപ്പയും ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളെ ഉപ്പയും ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല, ഉമ്മയും സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തതുപോലെ ഞങ്ങളെ ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ല, ഞങ്ങളെ ഉപ്പയും ഞങ്ങൾക്ക് ദുആ ചെയ്തിട്ടില്ല. ഒന്ന് അർത്ഥം ആലോചിച്ചിട്ട് ഒന്നും കൂടി പാടാം. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة. അതിൻ്റെ അർത്ഥം അൻത മുൻജീന ഗദാ, അല്ലാഹുവേ നാളെ മഹ്ശറാ ലോകത്ത് സഹായിക്കാൻ ആരാരുമില്ലാത്ത മഹ്ശറയുടെ ഭൂമിയിൽ മാതാപിതാക്കൾ നമ്മെ അവഗണിക്കുമ്പോൾ, ഭാര്യ ഭർത്താവിനെ അവഗണിക്കുമ്പോൾ, മക്കള് മാതാപിതാക്കളെ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, എല്ലാവരും ഒരാളെ പോലും മൈൻഡ് ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി നടക്കുമ്പോ അൻത മുൻജീന ഗദാ, താങ്കളാണല്ലോ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. മിൻ ശഫാഅതിക സ്വഫാ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ശഫാഅത്ത്, ശിർക്ക് ചെയ്യാത്ത എല്ലാ ആളുകൾക്കും ശഫാഅത്ത് ചെയ്യാൻ അവസരം കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞത് ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി വരെ അള്ളാഹിനോട് റുകൂൽ കിടന്ന് സുജൂദിൽ കിടന്ന് ദുആ ചെയ്തപ്പോഴാണ്. മിൻ ശഫാഅതിക സ്വഫാ,
മല്ലനാ മിസ്ലുക യാ നിങ്ങളെപ്പോലെ താങ്കളെപ്പോലെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? താങ്കളെപ്പോലെ ഞങ്ങൾ ആരാ സ്നേഹിച്ചത്? താങ്കളെപ്പോലെ ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തതാരാ? ഒന്ന് അർത്ഥം മനസ്സിലാക്കി. അൻത മുൻജീനാ വദാ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബിയ സ്വലാത്തു الشفاعة هب لنا في القيامة مشفقا ولنا إن ضاع يا سيدي خير النبي أن ارتجل الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي പടച്ചോനെ الشفاعة هب لنا നബിയേ താങ്കൾ ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ എല്ലാവരും വെപ്രാളത്തോടെ ഭയവിഹ്വലരായി പേടിച്ചോടി പോകുന്ന ആ ഖിയാമത്ത് നാളിൽ താങ്കളുടെ ശഫാഅത്തിന് താങ്കൾ ഞങ്ങളെ അർഹരാക്കണേ നബിയേ. വഅഹ്ലനാ ഇൻ ളായാ ആ ശഫാഅത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങളുടെ കാര്യം കഷ്ടം തന്നെയാണ്. ആ ശഫാഅത്തിന് അർഹരായില്ലെങ്കിൽ നബിയേ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അർത്ഥം ആലോചിച്ച് അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഅഹ്ലനാ ഇൻ ളായാ سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابتحي والحبيب العربي. ഈ കവിതകളാണ് ചില ആളുകൾക്ക് ദഹിക്കാതെ പോകുന്നത്. പരിശുദ്ധ ഹബീബിനെ കുറിച്ച് നാളെ നബിയെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോടാണ്. പരിശുദ്ധ ഹബീബിനോട് ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവേ പരിശുദ്ധ ഹബീബിനെ ഇങ്ങനെ കാര്യങ്ങൾ ഹബീബിനോട് വിഷമങ്ങൾ പറയുകയാണ്. നബിയെ നാളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, നബിയെ നാളെ ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ, നബിയെ നാളെ ആരാരുമില്ലാത്ത മഹ്ശറയിൽ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് സുജൂദിൽ കിടക്കുന്ന നബിയെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും ഇത്ര സ്നേഹമില്ല എന്നാണ് ഈ പറയുന്നത്. ഇത് ആലോചിച്ച് അർത്ഥത്തിൽ ഇങ്ങനെ മുഴുകി ലയിച്ചു ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലെങ്കിൽ മൗലീദിലിരുന്നാൽ കണ്ണുനീർ തുള്ളികൾ വരാതെ ഈ കവിതകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല പരിശുദ്ധ ഹബീബിന്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയത് ലാസ്റ്റ് എന്താ പറഞ്ഞു? ഒരു സ്ത്രീ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ് കുഞ്ഞിനെയും പിടിച്ചിട്ട്. എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കുഞ്ഞിനെ ഞാൻ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നബി തങ്ങൾ പറഞ്ഞു ഇല്ല. പിന്നെ തിരിച്ചൊരു ചോദ്യം, നിങ്ങളല്ലേ പറഞ്ഞത് അന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ, ഒരു ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് സ്നേഹമുണ്ട് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ഇത് കേൾക്കേണ്ട താമസം നബി തങ്ങളുടെ താടിരോമങ്ങൾ കരഞ്ഞ് കരഞ്ഞ് നബി തങ്ങളുടെ താടിരോമങ്ങൾ നനഞ്ഞുപോയി എന്നാണ്. താടിരോമങ്ങളിലൂടെ കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി എന്നാണ്. ചോദ്യം വളരെ പ്രസക്തമാണ്. സ്വന്തം കുഞ്ഞിനെ ഒരു കൊതുക് കടിക്കുന്നത് പോലും നമ്മൾക്ക് ഇഷ്ടമല്ല അല്ലേ? അല്ലേ? നമ്മൾക്ക് അങ്ങനെ തന്നെയല്ലേ? കൊതുക് കടിക്കുന്നത്
കൊതുക് കടിച്ചിട്ട് ഒരു അടയാളം കണ്ട് നമുക്ക് വിഷമായി. പഠിച്ചോനെ എന്റെ കുഞ്ഞിന് കൊതുക് കടിച്ചോ, എന്റെ കുഞ്ഞിന് കൊതുക് കടിച്ചോ എന്നുള്ള വിഷമം പഠിച്ചോനെ. എന്നാൽ ആ കുഞ്ഞിനെ നമ്മൾക്ക് തീയിലേക്ക് എറിയാൻ കഴിയോ? അപ്പൊ ഇത് നമ്മുടെ മക്കളോട് നമ്മൾക്കുള്ളതിനേക്കാളും സ്നേഹം അല്ലാഹുക്ക് നമ്മളോടുണ്ട്. പിന്നെ എങ്ങനെ പഠിച്ചോ നമ്മൾ നരകത്തിൽ? നിങ്ങൾ പറഞ്ഞു എങ്ങനെ ഇടുവോ? ഇതാണ് ചോദ്യം. നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൊതുക് കടിക്കുന്നത് പോലും സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എന്നാൽ ഞങ്ങൾ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും അല്ലാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. മക്കളോട് ഞങ്ങൾ കാണിക്കുന്ന കാരുണ്യത്തെക്കാളും അല്ലാഹു ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ അല്ലാഹു നാളെ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നുള്ള പ്രസക്തമായ ചോദ്യം അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ നബി തങ്ങൾ കരഞ്ഞിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഇല്ല ശാരിദൽ മാരിദൽ മുതമദ്ദിദ്. നേരത്തെ പറഞ്ഞതുപോലെ ആ മനുഷ്യന് രക്ഷപ്പെടാനുള്ള കാരണം അല്ലാഹു ഉണ്ട് എന്ന ബോധമാണ്. ഞാൻ തെറ്റ് ചെയ്തതിൽ അല്ലാഹു എന്നെ ശിക്ഷിക്കുമെന്ന് പടച്ചവനോടുള്ള പേടിയാണ്, അല്ലെ? അയാൾ തെറ്റ് ചെയ്തിട്ട് അല്ലാഹ് അങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നല്ല പറഞ്ഞത്. അല്ലാഹ് അങ്ങനെ നരകത്തിൽ ഇടാണെങ്കിൽ. ഇന്നത്തെ ചില യുക്തിവാദികളെ കാണാം ഫേസ്ബുക്കില്. മുസ്ലിമീങ്ങളാണ്, അതിൽ പെണ്ണുങ്ങളുണ്ട്, അതിൽ ആണുങ്ങളുണ്ട്, ടീച്ചർമാരുണ്ട്, അധ്യാപകന്മാരുണ്ട്, യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. അവരെ പോലെ പടച്ചവനുണ്ടെങ്കിൽ ഒന്ന് കാണണല്ലോ, അങ്ങനെ ഒരു നബി ഉണ്ടെങ്കിൽ കാണണല്ലോ എന്നൊക്കെ പറഞ്ഞ് ധിക്കരിക്കുന്ന ആളുകൾ. ആ ഒരു ധിക്കാരം ഇയാളുടെ മനസ്സിൽ തെമ്മാടിയാണ്. ആ ഒരു ധിക്കാരം ഇയാളുടെ മനസ്സിലില്ല. അയാൾ പറഞ്ഞത് പടച്ചോനെ നീ എന്നെ പിടിച്ചാ വെറുതെ വിടൂല. അത് അല്ലാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. അല്ലാഹ് ഉണ്ടെന്ന് മാത്രമല്ല, എന്നെ കിട്ടിയാ പഠിച്ചും വെറുതെ വിടൂല ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ. അങ്ങനെ ഒരു ഭയം അയാൾക്കുണ്ട്. അതുകൊണ്ട് അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തി. ഇവിടെ നബി തങ്ങൾ പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായി കാണരുതേ. നിങ്ങൾ അല്ലാഹുവിനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായി കാണരുതേ. ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഇല്ല ശാരിദൽ മാരിദൽ മുതമദ്ദിദ്. ധിക്കാരികളായ അഹങ്കാരികളായ അല്ലാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പോലും പറയാൻ മടിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പോലും പറയാൻ മടിക്കുന്ന, പരിശുദ്ധമായ ഖുർആനിനെയൊക്കെ പരസ്യമായി അവഹേളിക്കുന്ന ചില ആളുകൾ, അവരൊക്കെ കാണുന്നില്ലേ? അത്തരം ആളുകൾ, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന, അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ആളുകളെ മാത്രമേ അല്ലാഹു നാളെ ശിക്ഷിക്കുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത് ഈ ഹദീസും വെച്ചിട്ട് ഇനി തെമ്മാടിത്തരങ്ങൾ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇതൊക്കെ ഹദീസ് പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ചു തന്നെയാണ്. എന്നാലും നമ്മൾ അമൽ ചെയ്യേണ്ടത് സ്വർഗത്തിന് വേണ്ടിയിട്ടല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമല്ല. സ്വർഗത്തിന് വേണ്ടിയിട്ട് ആരുടെ അമൽ ചെയ്യണ്ട, സ്വർഗത്തിന് വേണ്ടിയിട്ട് ആരും അമൽ ചെയ്യണ്ട. എന്തിന് സ്വർഗം? എന്ത് നബിത്തങ്ങളില്ലാത്ത സ്വർഗം എന്തിനല്ലേ സഹാബാക്കൾ ചോദിച്ചത്? അങ്ങനല്ല ചോദിച്ചത്. നിങ്ങളില്ലാത്ത സ്വർഗം എനിക്ക് എന്തിനാന്നല്ലേ ചോദിച്ചത്? നബിയേ, നിങ്ങൾ സ്വർഗത്തിന്റെ ഒരു കോണിലും ഞാൻ സ്വർഗത്തിന്റെ മറ്റൊരു കോണിലുമായാൽ എനിക്ക് ആ സ്വർഗം എന്തിന് എന്ന് ചോദിച്ച സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ മറന്നുപോയോ? കരഞ്ഞുപോയില്ലേ നബി തങ്ങളുടെ സമീപത്ത് വന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുമ്പോ ഈ പാവപ്പെട്ട സൗബാൻ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കിലുണ്ട് എങ്കിൽ ഈ സൗബാനിന് ആ സ്വർഗം കൊണ്ട് എന്ത് നേട്ടമാണ് നബിയേ? എന്തിനാണ് എനിക്ക് സ്വർഗം? നിങ്ങളെ കാണാത്ത സ്വർഗം എനിക്കെന്തിന്? നിങ്ങളുടെ കൂടെ ഇരിക്കാത്ത സ്വർഗം എനിക്കെന്തിന്? നിങ്ങളില്ലാത്ത സ്വർഗവും നരകവും ഒരുപോലെയല്ലേ? നിങ്ങളില്ലാത്ത സ്വർഗവും നരകവും എനിക്കൊരുപോലെയല്ലേ? സ്വർഗമാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞ കരഞ്ഞു പോയ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ മറന്നു പോകരുത്. സ്വർഗത്തിന് വേണ്ടി ആരും അമൽ ചെയ്യണ്ട. സ്വർഗം കിട്ടാൻ വേണ്ടി ഒരാളും ഇവിടെ അമൽ ചെയ്യണ്ട. നമ്മൾ അല്ലാഹുവിനോടുള്ള ശുക്ർ, പരിശുദ്ധ ഹബീബിനോടുള്ള ഇഷ്ക്, അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത്, പരിശുദ്ധ ഹബീബിനോടുള്ള മഹബ്ബത്ത്, ഹുബ്ബുല്ലാഹി വറസൂലി, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുക. അല്ലാഹു നമ്മൾ
നമ്മൾക്ക് തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക. കണ്ണ് തന്നില്ലേ, അതിനുള്ള നിഅമത്ത്, അതിനുള്ള ശുക്ർ. കാല് തന്നില്ലേ, അതിനുള്ള ശുക്ർ. കൈ തന്നില്ലേ, അതിനുള്ള ശുക്ർ. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടി നിരന്തരമായി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തില്ലേ, അതിനുവേണ്ടി നബി തങ്ങൾക്കുള്ള ശുക്ർ. ഇങ്ങനെ ശുക്ർ ചെയ്താൽ മതി, എങ്കിൽ തന്നെ നാളെ നമ്മൾ എല്ലാവരും രക്ഷപ്പെടും. അതല്ലാതെ സ്വർഗം കിട്ടണമെന്നോ നരകം കിട്ടണമെന്നോ കിട്ടരുത് എന്നോ ആരും ഇവിടെ ആഗ്രഹിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു അണുമണി തൂക്കം ഇഷ്ടമുള്ള ഒരാൾ ഇൻഷാ അല്ലാഹ് നാളെ നരകത്തിൽ കിടക്കൂല. അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു അണുമണി തൂക്കം ഇഷ്ടമുള്ള ഒരാൾ, അയാൾ എന്തായാലും ആത്മാർത്ഥമായി നബി തങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. മുഅ്മിനീങ്ങളെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ ഇഷ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി നബി തങ്ങളെ സ്നേഹിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ടല്ലോ, നാളെ രക്ഷപ്പെടാമെന്നാണ് പലരും വിചാരിക്കല്ല. നബി തങ്ങളോട് ആത്മാർത്ഥമായി ഇഷ്ടമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ കഴിയുക? നബി തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എന്റെ റൗളയിലേക്ക് അല്ലാഹു കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് നമ്മളൊരു തെറ്റ് ചെയ്താൽ എന്റെ റൗളയിലേക്ക് അല്ലാഹു തആല ആ നന്മകളെ കാണിക്കുമെന്നാ പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന നന്മയാണെങ്കിൽ ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയും. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ആ പരിശുദ്ധമായ റൗള ശരീഫിൽ കിടന്നിട്ട് ഞാൻ നിങ്ങളെ ശപിക്കുമെന്നല്ല പറഞ്ഞത്, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹ്, പഠിച്ചോനെ അയാൾക്ക് പുറത്തു കൊടുക്കു, പഠിച്ചോനെ അയാൾ അറിയാതെ ചെയ്തതാണ്, അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നുപോയതാണ്, അല്ലാഹുവേ അയാൾക്ക് നീ മാപ്പ് നൽകണേ, അല്ലാഹുവേ അയാൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് എന്റെ റൗള ശരീഫിൽ കിടന്നുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ബസ് സ്റ്റാൻഡിന്റെ പിന്നിൽ ആരും കാണാതെ പരസ്പരം ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ കഴിയുന്നത്, കഞ്ചാവടിക്കാൻ കഴിയുന്നത്, പ്രണയിക്കാൻ കഴിയുന്നത്, പ്രേമിക്കാൻ കഴിയുന്നത്, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നത്? എന്റെ ഹബീബിന് കണ്ടാൽ, എന്റെ ഹബീബിന് കണ്ടാൽ ഹബീബിന് വിഷമം വരൂലേ? അങ്ങനെയല്ല വിചാരിക്കുക. തെറ്റ് ചെയ്യുമ്പോ അങ്ങനല്ലേ വിചാരിക്കുക. ഒരുപക്ഷേ തെറ്റ് ചെയ്യുമ്പോൾ ബോധമുണ്ടായി എന്ന് വരൂല, തെറ്റ് ചെയ്യുമ്പോൾ ബോധമുണ്ടായി എന്ന് വരൂല. പക്ഷെ തെറ്റ് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ബോധമുണ്ടായി, പടച്ചോനെ എന്റെ ഭാഗത്തൊരു തെറ്റ് വന്നു പോയല്ലോ, അല്ലാഹുവേ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയല്ലോ, എന്റെ ഹബീബിന് ഇത് കാണൂലേ, എന്റെ റബ്ബ് ഇത് കാണൂലേ എന്ന് വിഷമിച്ചാൽ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന് വേണ്ടി ഒരു നന്മ ചെയ്താൽ അല്ലാഹു തആല ആ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത, എവിടെയാണെങ്കിലും അല്ലാഹുവിനെ പേടിക്കണം. റൗള ശരീഫിൽ കിടന്ന് നബി തങ്ങൾ നോക്കുന്നുണ്ട് എന്ന ബോധം നമ്മൾക്കുണ്ടാവണം. ഞാൻ നിർത്താൻ, ഇനി ആരും പോകണ്ട, ദുആ ചെയ്തിട്ട് പോവാ. റൗള ശരീഫിൽ കിടന്നുകൊണ്ട് ഹബീബി എന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാവണം. ഏത് ഹബീബ് അവസാന കാലഘട്ടങ്ങളിൽ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീയിൽ ചെന്നിട്ട് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്ത ഹബീബ്, 70,000 ആളുകളെ സ്വർഗ്ഗത്തിലേക്ക് ഹിസാബില്ലാതെ കടത്താമെന്ന് പറഞ്ഞപ്പോൾ പോരാ ഇനിയും വേണമെന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് കൂടുതൽ ആളുകളെ ചോദിച്ചു വാങ്ങിയ ഹബീബ്, 400 കോടി ആളുകളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ പോരാ ഇനിയും വേണമെന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്ത ഹബീബ്, ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹി നിസ്കാരം വരെ റുകൂഇൽ കിടന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് എന്റെ സമുദായത്തിലെ ഒരാളെയും ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്ത ഹബീബ്, ഈ ഹബീബ് ഖബറിൽ കിടന്നിട്ട് റൗളയിൽ കിടന്നിട്ട് എന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഒരാൾക്കുണ്ടായാൽ ഇഷ്ടുള്ള ആശിഖായ ഒരു മനുഷ്യന് തെറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരു കാമുകന്റെ മുമ്പിൽ കാമുകി തെറ്റ് ചെയ്യോ? കാമുകി ഒരു പ്രണയിക്കുന്ന ഒരാളുണ്ട്, താൻ സ്നേഹിക്കുന്ന ഒരു ആരാധ്യ പുരുഷൻ, ജീവിതത്തിൽ മനസ്സിൽ എന്തെന്നില്ലാത്ത സ്നേഹമുള്ള ഒരാൾ, അയാളെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോ അയാളുടെ മുമ്പിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അല്ലേ നമ്മൾ കാഴ്ചവെക്കുക, അല്ലെ? ഏറ്റവും നല്ല വസ്ത്രം, ഒരാൾ ആദ്യമായിട്ട് കാണാൻ വേണം, പുതിയാപ്പിള ആദ്യമായിട്ട് കാണാൻ പോവാൻ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും, താടി മുടി പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് കുളിച്ചു വൃത്തിയാകും.
എവിടെയെങ്കിലും സ്മെല്ലുണ്ടോ എന്ന് പെർഫ്യൂം എല്ലാം അടിച്ച് നല്ല വൃത്തിയായി നടക്കും. നഖത്തിൽ ചെളിയുണ്ടോ, മുഖത്തിൽ എവിടെയെങ്കിലും പാടുണ്ടോ, പല്ല് തേച്ച് പല്ലൊക്കെ വൃത്തിയാക്കി, ആഴ്ചയിൽ തുടക്ക പല്ല് തേക്കാത്ത ആൾ വരെ അതായിട്ട് പോകുമ്പോൾ എൻ്റെ പല്ലിൽ എന്തെങ്കിലും കാണരുതേ, അങ്ങനെ പേടിച്ചിട്ട് ഒരു മൈനസും എന്നിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത്ര സൂക്ഷ്മമായി ശ്രദ്ധിച്ച് കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഭംഗിയായിട്ടല്ലേ പോവാ അല്ലെ? താൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വിഷമം വരരുത്, എന്നെ കാണുമ്പോൾ വെറുപ്പ് തോന്നരുത്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റൗളയിൽ ഇരുന്നിട്ട് എന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഒരു ആശിഖിനുണ്ടായാൽ ആ ആശിഖിന് എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഓർമ്മയില്ലേ നിങ്ങൾക്കൊരു സ്വഹാബിയെ, നബി തങ്ങളൊരു സ്വഹാബിയെ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞേക്കുകയുണ്ടായി. ആ സ്വഹാബി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു പെണ്ണ് കുളിക്കുന്നത് കാണാനിടയായത്. ഇങ്ങനെ വീട് നോക്കിയിട്ടൊന്നും പോകാൻ പാടില്ല എന്നാണ്. നമ്മൾ ബസ്സിന് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള വീട്ടിൽ കോമ്പൗണ്ട് ഇങ്ങനെ നോക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ആവശ്യമുള്ള മേഖലയിലേക്ക് മാത്രം നോക്കുക, മനസ്സിലായോ? മറ്റൊരാളുടെ വീടിന്റെ അകത്തളങ്ങള്, ഒരാൾ മൊബൈൽ ഫോൺ തന്ന ഗാലറി മൊത്തം നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുക, അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ചങ്ങാതിയുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഗാലറി അയാളുടെ സമ്മതമില്ല നോക്കാൻ പാടില്ല, പച്ച ഹറാമാണ്. നമ്മുടെ സുഹൃത്തിന്റെ, ഇനി നമ്മുടെ സ്വന്തം ഭാര്യ ഭർത്താവാണെങ്കിലും വരെ നമ്മൾ മറ്റു സമ്മതമില്ലാതൊന്നും ചെയ്യാൻ പാടില്ല. ഓരോ ആളുകൾക്ക് ഓരോ പ്രൈവസി ഉണ്ടെന്ന്, അവരുടെ പ്രൈവസിയെ നമ്മൾ ബഹുമാനിക്കണം. ഓരോ ആളുകൾക്ക് ഓരോ വ്യക്തിത്വമുണ്ട്, അവരുടേതായ ചില സ്വകാര്യതകളുണ്ട്, അതിനെ നമ്മൾ ബഹുമാനിക്കുകയും മാനിക്കുക. അതൊക്കെ ഒരു മുസ്ലിമിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ മറ്റൊരാളുടെ രഹസ്യം ചൂഴ്ന്നന്വേഷിക്കാൻ പാടില്ല, മറ്റൊരാളുടെ വീട്ടിലേക്ക് നമ്മൾ എത്തി നോക്കാൻ പാടില്ല. ഒരു കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോവാണ്, കോളിംഗ് ബെല്ലടിച്ചു, 3 വട്ടം ബെല്ലടിച്ചു, തുറക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ജനലിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. ചില ജനലിൽ ഒരു കൂളിംഗ് ഉള്ള ജനൽ ഉണ്ടാവില്ല, പുറത്ത് നമ്മുടെ ഫോട്ടോ കാണുന്ന അടുത്ത് വെച്ച ഉള്ളിൽ കാണും, അങ്ങനെ നോക്കാൻ പാടില്ല. അങ്ങനെ കാണുന്നില്ലെങ്കിൽ പിന്നെ കിച്ചന്റെ ഭാഗത്ത് കൂടി പോയിട്ട് ആരുമില്ലെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനൊന്നും ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല. അതൊക്കെ മാന്യതയ്ക്ക് നിരക്കാത്തതാണ്, സംസ്കാര ശൂന്യതയുടെ അടയാളാണ്. നമ്മൾ 3 വട്ടം ബെല്ലടിക്കുക, ഇല്ല തിരിച്ചു വരാം. 4ാമതൊരു ബെല്ലടിക്കുന്നത് വരെ സംസ്കാര ശൂന്യതയാണ്. ഒരാൾ ഫോൺ എടുത്തില്ലെങ്കിൽ അയാൾക്ക് 4ഉം 5ഉം 10ഉം തവണ വിളിക്കുന്നത് സംസ്കാര ശൂന്യതയാണ്. 2 വട്ടം വിളിക്കാന്ന്, ഒരു തവണ വിളിക്കുക. എന്തെങ്കിലും ബിസി കുറച്ചു മറന്ന് അവിടെ ബാത്റൂം കിച്ചൺ നിസ്കാരം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തവണ വിളിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തവണ വിളിക്കുക. എന്നിട്ട് അയാളെടുത്തില്ലെങ്കിൽ 3ാമത് വിളിക്കാൻ പാടില്ല. കാരണം ഇയാൾക്ക് തലച്ചോറുണ്ടെങ്കിൽ മിസ് കോൾ കണ്ടാൽ തിരിച്ചു വിളിക്കും, മനസ്സിലായോ? തലച്ചോറില്ലാത്ത ആളെ വിളിക്കുക വേണ്ട, തലച്ചോറിൽ വിളിക്കൂല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ, വാട്സാപ്പ് ഉണ്ടല്ലോ. വാട്സാപ്പിൽ ഒരു മെസ്സേജ്, ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു, വിളിച്ചു കിട്ടിയിട്ടില്ല, ഒരു മെസ്സേജ് ഇല്ല. അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളെ വിളിച്ചിരുന്നു കിട്ടി. അല്ലാതെ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയും, ഇപ്പൊ ഞാൻ വേറെ ഇരിക്കുമ്പോൾ കയറുമ്പോൾ ഒരാൾ എനിക്ക് 2-3 തവണ മിസ് കോൾ അടിച്ചു. ഒരു പ്രാവശ്യം ഞാൻ കട്ട് ചെയ്ത്, അപ്പൊ അയാൾ മനസ്സിലാക്കണം സത്യത്തിൽ ബിസിയാണ്. പിന്നെ അയാൾ വിളിക്കണം, ഞാൻ ഫ്ലൈറ്റ് മോഡാക്കി വെച്ചാണ് അങ്ങനെ വിളിക്കുമ്പോൾ. അതൊരു സംസ്കാര ശൂന്യതയാണ്. നമ്മൾ 1-2 തവണ വിളിക്കുക, പിന്നെ ഇങ്ങനെ വിളിച്ച് ചോറാക്കരുത്. അതേപോലെ വാട്സപ്പ് മെസ്സേജ് ഇപ്പൊ നമ്മൾ നോക്കിയില്ല, അത് നോക്കാതിരിക്കുമ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ കോൾ ചെയ്യും. നമ്മൾ ഓൺലൈൻ ഉണ്ടാവും, ചിലപ്പോൾ ഓൺലൈൻ മീൻസ് നമ്മുടെ പല കിതാബുകളും PDF സംവിധാനമുള്ള കാലമാണ് അല്ലെ, മൊബൈലിൽ സോഫ്റ്റ് കോപ്പി ഉള്ള കാലമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പല കിതാബുകളൊക്കെ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ വായിക്കുന്നുണ്ടാവും. അപ്പൊ ഉണ്ടാവും ചില ആളുകൾ ഇങ്ങനെ വിളിക്കും, നമ്മൾ ഓൺലൈൻ കാണുമ്പോൾ ഇങ്ങനെ വിളിക്കും. അതൊക്കെ ഒരു സംസ്കാര ശൂന്യതയുടെ അടയാളം. മെസ്സേജ് ആക്കുക, ഫ്രീ ഉണ്ടാകുമ്പോൾ നോക്കും, വിളിക്കുക, 2 വട്ടം വിളിക്കുക, എടുത്തില്ലെങ്കിൽ പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ബാക്കിയുള്ള ആളിങ്ങനെ പിന്നിൽ കൂടെ സൈക്കിളാവുക, ചൊറിഞ്ഞു നോക്കുക, ചികഞ്ഞു നോക്കുക, അതൊന്നും ഒരു മുസ്ലിമിനെ പറ്റിയതല്ല. അപ്പൊ ഈ സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ്. അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വീടിൽ ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു കാറ്റ് വന്നപ്പോ കാറ്റിൽ കർട്ടൻ മാറി പെണ്ണ് കുളിക്കുന്ന ഒരു രംഗം കണ്ടു. പടച്ചോനെ ഇത് കണ്ടപ്പോ നോക്കിപ്പോയി. പിന്നെ ബോധം വന്നു, പടച്ചോനെ എന്റെ ഹബീബിനെ എങ്ങനെ നോക്കുക, ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇനി ഹബീബിനെ നോക്കുക, ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഹബീബിനെ നോക്കി, എനിക്കിനി ഹബീബിനെ കാണാൻ കഴിയില്ല. എന്റെ ഹബീബ് എന്ത് പറയും, എന്റെ ഹബീബ് എന്ത് വിചാരിക്കും, ഈ ഹറാമ് കണ്ട കണ്ണുകൊണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് ഹബീബിനെ ഫേസ് ചെയ്യാതാണ് ഇഷ്ക്. അതാണ് ഇഷ്ക്, മനസ്സിലായോ? ഒന്നെണീറ്റിരുന്നോളൂ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തി. ഒന്നെണീറ്റിട്ടിരുന്നോളൂ എല്ലാവരും. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്റെ ഹബീബിനെ ഞാൻ എങ്ങനെ കാണുമെന്ന് വിചാരിച്ച് മദീനയിൽ പരിശുദ്ധ ഹബീബിന്റെ സമീപത്തേക്ക് പോവാതെ വിദൂരമായ ഒരു മലഞ്ചെരുവിൽ കയറി അള്ളാഹുവിനോട് രാവിലെയും രാത്രിയും ദുആ ചെയ്തു. അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, അള്ളാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന് നിരന്തരമായി ദുആ ചെയ്തു. നബി തങ്ങൾക്കാണെങ്കിൽ ഈ സഹാബിയെ കാണാനില്ല, പല സ്ഥലത്തും ആളേറ്റ് സഹാബിയെ കാണാനില്ല. 40 ദിവസങ്ങൾക്ക് ശേഷമാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത്, എന്നാൽ ഇന്ന് മലഞ്ചെരുവിൽ ഈ മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരെ മഹാനായ അലി തങ്ങളെയും വേറൊരു സഹാബിയെയും അവിടേക്ക് പറഞ്ഞേക്കുമ്പോൾ താടിയും മുടിയുമെല്ലാം വികൃതമായി, നഖമെല്ലാം വലുതായി, ഭക്ഷണം കഴിക്കാതെ തിന്നാതെ കരഞ്ഞ് 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 ശരീരമാകെ മെലിഞ്ഞൊട്ടി ഒരു ചെറുപ്പക്കാരനെ കാണാനിടയായി. ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ കോലം തന്നെ മാറിയിട്ടുണ്ട്. എന്താണ് ദുആ? നബി തങ്ങൾ ഒരു ആവശ്യത്തിന് അയച്ചപ്പോൾ ഒരു ഹറാമ് കണ്ടു എന്ന കാരണത്താൽ ഇനി എന്റെ ആശിഖിന്റെ മുഖം ഞാൻ എങ്ങനെയാ നോക്കുക, എന്റെ പ്രേമഭാജനത്തിന്റെ മുഖം ഞാൻ എങ്ങനെയാ നോക്കുക, എന്റെ ഹബീബിനെ ഞാൻ എങ്ങനെയാ ഫേസ് ചെയ്യുക? ഇതിന്റെ പേരിൽ അവിടെ നിന്നിട്ട് കരഞ്ഞു ദുആ ചെയ്യുകയാണ്. രണ്ടുപേരും നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. പരിശുദ്ധ ഹബീബിന് എന്നോട് വെറുപ്പ് തോന്നുമോ എന്ന ഭയമാണ് ഇദ്ദേഹത്തിനുള്ളത്. അവസാന നബി തങ്ങളെ നിസ്കാരം കഴിഞ്ഞ് നബി തങ്ങളുടെ തലയിൽ മടിയിൽ തലവെച്ചുകൊണ്ട് അദ്ദേഹം കിടന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ എന്റെ നിരപരാധിത്വമെന്ന് തെളിയിക്കണേ, അല്ലെങ്കിൽ ഒരു ഇടുത്തി കാരണം എന്നെ നീ നശിപ്പിക്കണേ എന്ന് ദുആ ചെയ്തിട്ട് അല്ലാഹു പുറത്തു തന്നു എന്ന ആയത്തിറക്കിയപ്പോഴാണ് ആ സഹാബി സന്തോഷം കൊണ്ട് ഒച്ചത്തിൽ സന്തോഷത്തോടെ എന്തോ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മടിയിൽ വെച്ച് മരണപ്പെട്ടു പോകുന്നത്. ആശിഖ്യങ്ങൾ അങ്ങനെയാണ്. ആശിഖീങ്ങൾ എന്റെ ഹബീബ് ഇത് കാണുമല്ലോ എന്ന് ഭയച്ചാൽ തെറ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. മുഅ്മിനീങ്ങളെ, നമ്മുടെ ലവേഴ്സിന്റെ മുമ്പിൽ, നമ്മുടെ കാമുകിമാരുടെ മുമ്പിൽ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ കാഴ്ചവെക്കുന്നത് പോലെ എന്നിനിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ 2 മാസമൊക്കെ നല്ല സ്വഭാവമായിരിക്കും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും. കഴിവിന്റെ പരമാവധി നിങ്ങൾ ഭാര്യ കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യയും കൂട്ടിട്ട് ഏതെങ്കിലും മാളിൽ പോയിട്ട് ചോദിച്ചു നോക്കി, ഡ്രസ്സ് വേണോ? വേണ്ട എന്റെ ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ട്. ചെരുപ്പ് വേണോ? എനിക്ക് വേണ്ട എന്റെ ഇഷ്ടം പോലെ ചെരുപ്പുണ്ട്. എന്നാ ഭക്ഷണം വേണ്ട, നിങ്ങൾക്ക് ചെലവാകൂലേ? അങ്ങനെയൊക്കെ പറയാം 2 മാസം. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി നോക്കി, മാള് മുഴുവനും വാങ്ങി കൊടുത്താലും തികയില്ല. ആ മാളന്നെ ലുലുമാൾ നിങ്ങൾക്ക് തരാം, എനിക്കത് മാത്രം പോരാ, എനിക്ക് വേറെ മാൾ വേണമെന്നാ പറയാം. അപ്പൊ ഫസ്റ്റ് ആദ്യത്തെ 2 മാസം എത്ര കൊടുത്താൽ രണ്ടാളും ഭർത്താവ് ഇതേപോലെ ചായക്ക് പഞ്ചസാരല്ല, ചായക്ക് പൊടിയിട്ടില്ലെങ്കിൽ തന്നെ പറയില്ല. ആ കുഴപ്പമില്ല, നീയല്ലേ, നീ എന്ത് വെച്ചാലും എനിക്ക് സന്തോഷം എന്നാ പറയാ. കറി വെച്ചിട്ട് പോരാ, എന്നാ കുഴപ്പമില്ല, നിന്റെ കൈ കൊണ്ട് കുടിച്ചാൽ മതി എനിക്ക്, അങ്ങനെയൊക്കെ പറയും. എന്നാൽ ഒരു 6 മാസം കഴിഞ്ഞോട്ടെ ചായക്ക് പഞ്ചസാര തെഞ്ഞില്ലെങ്കിൽ മുഖത്തെ പോയിക്കും. അതാണ് ആദ്യത്തെ 2 മാസം നല്ല പെർഫോമൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും നമ്മുടെ ഒരു ഐബ് അവൾ കാണൂല, അവളെ ഐബ് നമ്മൾ കാണൂല. പിന്നെ ഇങ്ങനെ സുതാര്യമായി മുന്നോട്ട് പോയാൽ പിന്നെ ഒരു കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയലും കുറ്റം പറയലും അതന്നെയായിരുന്നു. അപ്പൊ അതേപോലെ നമ്മുടെ ഹബീബ്, പരിശുദ്ധ ഹബീബായ നബി തങ്ങളെ യഥാർത്ഥ ആശിഖീങ്ങളാണ്. നമ്മൾ അത് യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടത് ഹബീബിനെയാണ്. അപ്പൊ എന്റെ ഹബീബിനൊരു പോരായ്മ എന്നിൽ കാണാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി ജീവിക്കുക. എല്ലാവരും, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ സ്കൂളിൽ പോയാൽ എന്തും ചെയ്യാം, ബസ്സിൽ കയറി എന്തും ചെയ്യാം, ട്രെയിനിൽ കയറി എന്തും ചെയ്യാം, ബസ് സ്റ്റാൻഡിന്റെ പിന്നിൽ നിന്നിട്ട് യൂണിഫോം മാറ്റിയിട്ട് സിനിമ തിയേറ്ററിലൊക്കെ പോവാ, പെൺകുട്ടികൾക്ക് വരെ പോവാ. മനസ്സിലായോ? അതൊക്കെ ഇപ്പൊ CC ക്യാമറ കണ്ടുകൊണ്ടിരിക്കുകയാണ്. CC ക്യാമറ ഉള്ള കാലമായതുകൊണ്ട് കുറെ കളിക്കാൻ നിൽക്കരുത് ആരും. മനസ്സിലായി? നിങ്ങളിപ്പോ ചെയ്യുന്നത് ആരും കാണൂല, പഠിച്ചോൻ വരെ കാണൂല എന്ന് വിചാരിച്ചിട്ടാ ചെയ്യാം. പക്ഷെ പഠിച്ചോനല്ല, നാട്ടുകാരടക്കം കാണും. എല്ലാം ചെയ്യുന്നത് ടൗണിൽ വെച്ച് ചെയ്യുന്നത്, ഓൺ ദി വേ ബസ്സിൽ വെച്ച് ചെയ്യുന്നത്, ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ ചെയ്യുന്നത്, ബസ്സിന്റെ പിന്നിൽ നിന്ന് ചെയ്യുന്നത്, സ്കൂളിന്റെ മരച്ചോടിൽ ചെയ്യുന്നത്, എല്ലാം ഒരു 2-3 മാസമാകുമ്പോൾ അതിന്റെ CC ക്യാമറ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിലൂടെ വരുന്നുണ്ട്. പിന്നെ വെറുതെ വഷളാവാൻ നിൽക്കണ്ട ആരും. ഇനി തിയേറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ CC ക്യാമറ ഒക്കെ ഉണ്ട് ഇവിടെ. ഫേസ്ബുക്ക് നോക്കിയാൽ എല്ലാത്തിനും CC ക്യാമറ ഉണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. അള്ളാഹ് കാണുന്നില്ലെങ്കിൽ CC ക്യാമറ പിടിച്ചോളൂ. അള്ളാഹിനെന്തായാലും പേടില്ല, ാണ് ഇതൊക്കെ ചെയ്യാം. അറ്റ്ലീസ്റ്റ് CC ക്യാമറ പിടിച്ചോളൂ. അപ്പൊ അള്ളാഹു ഇത് കാണുന്നുണ്ട്, റസൂലും കാണുന്നുണ്ട് എന്ന ബോധം ഒരു ആശിഖിനുണ്ടായാൽ അവർ തെറ്റ് ചെയ്യൂല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഒരു സംഭവം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. പരിശുദ്ധനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് ഖുത്ബ ഓതുമ്പോഴാണ് ഒരു സ്വഹാബി ഒരു പെണ്ണിനെ കണ്ടിട്ട് പള്ളിയിലേക്ക് വരുന്നത്. പെണ്ണുണ്ടാകുമ്പോൾ അങ്ങോട്ട് നോക്കും, ഒരാണ് ഇങ്ങോട്ട് നോക്കുന്നത് സ്വാഭാവികമാണ്. ഒരു പെണ്ണ് ആണുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. പക്ഷെ അതിന് കടിഞ്ഞാനിടാനാണ് ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ നോക്കാൻ നാച്ചുറലായി, പ്രകൃതിപരമായി പരസ്പരം താല്പര്യം ഉണ്ടാവും. പക്ഷെ അതിനെ നിയന്ത്രിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിം